Hi, this is Sangeeta from MedCity International Academy. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ യുകെയിൽ പോയി പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാ സ്റ്റുഡൻസിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇന്ന് ഞാൻ ഇതിൽ സംസാരിക്കാൻ പോകുന്നത് യുകെയിൽ പോകണമെങ്കിൽ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, അതിൻ്റെ ഫണ്ട്സ് എത്രയൊക്കെ വേണം, എന്താണ് പ്രൊസീജിയർ, ഇതായിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ യുകെയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താവണം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് ടു ചൂസ് 2 things. ഒന്ന്, ഏത് കോഴ്സാണ് നിങ്ങൾ യുകെയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. 2, യു ഓൾസോ ഹാവ് ടു ചൂസ് ദ യൂണിവേഴ്സിറ്റി. യുകെയിൽ ഒരുപാട് നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം അവിടെ മിക്ക യൂണിവേഴ്സിറ്റീസിലും പല രീതിയിൽ കോഴ്സസ് ഉണ്ടാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ്, ലെറ്റ്സ് സേ നിങ്ങൾ MBA ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ MBA തന്നെ പല യൂണിവേഴ്സിറ്റീസും ഓഫർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. ഏത് കോഴ്സാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്ലസ് ഈ തന്നിരിക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഏത് പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അഥവാ നിങ്ങളിപ്പോൾ ചോദിക്കും, അപ്പം ചൂസ് ചെയ്യുന്നതിന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും ഏതിൽ അപ്ലൈ ചെയ്യണം, ഏതാണ് ബെറ്റർ. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ റിസർച്ച് ചെയ്യുക. അല്ലെങ്കിൽ യുകെയിൽ ആപ്ലിക്കേഷൻ ഫീ ഇല്ല. അപ്പോൾ ഇഫ് യു വോണ്ട് ടു അപ്ലൈ ടു എ കോളേജ് പെർട്ടിക്കുലർ ഒരു ആപ്ലിക്കേഷൻ ഫീ ഇല്ല. സോ ഇഫ് യു ആർ കൺഫ്യൂസ് ബിറ്റ്വീൻ 3 colleges or 3 universities, നിങ്ങൾക്ക് അറ്റ് ദ സെയിം ടൈം ഈ 3 യൂണിവേഴ്സിറ്റീസിലേക്കും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. സോ അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് വരുന്ന ഓഫർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫൈനലി ഡിസൈഡ് ചെയ്യാം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ യുകെയിൽ ആപ്ലിക്കേഷൻ ഫീ ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് മോർ ദാൻ 1 യൂണിവേഴ്സിറ്റിയിൽ അറ്റ് ദ സെയിം ടൈം ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ചൂസ് യുവർ കോഴ്സ് ആൻഡ് ദ യൂണിവേഴ്സിറ്റി ദാറ്റ് യു വുഡ് ലൈക്ക് ടു അപ്ലൈ ടു. സ്റ്റെപ്പ് നമ്പർ 2, എന്താണ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്? അടുത്തത് ഇസ് ഓഫ് കോഴ്സ് ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് ഈ കോളേജിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കണം. അതാണ് നിങ്ങളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ആപ്ലിക്കേഷൻ അയക്കുമ്പം സർട്ടൺ ഡോക്യുമെൻറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും ആവശ്യമുണ്ട്. സോ റൈറ്റ് ഫ്രം യുവർ 10th സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് മാർക്സ് കാർഡ്, നിങ്ങളുടെ 12th മാർക്സ് കാർഡ്. ഇപ്പോൾ നിങ്ങൾ 12th വരെ പഠിച്ചൊരു കുട്ടിയാണ് ആൻഡ് യു ആർ പ്ലാനിങ് ടു ഡു യുവർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇൻ ദ UK, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ 2 എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും മാത്രം മതിയാവും. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണ് ആൻഡ് യു ആർ പ്ലാനിങ് ടു ഡു എ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ ദ UK, അങ്ങനെയാണെങ്കിൽ യുവർ 10th, യുവർ 12th, പിന്നെ നിങ്ങളുടെ ഡിഗ്രിയിലെ മാർക്സ് കാർഡ് എന്ന് വെച്ചാൽ സെമസ്റ്റർ വൈസ് മാർക്സ് കാർഡും നിങ്ങളുടെ കൺസോളിഡേറ്റഡ് മാർക്സ് കാർഡും നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ എല്ലാ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും വേണ്ടി വരും. സോ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് വിൽ ബി യുവർ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്. അത് ഫസ്റ്റ് സെറ്റ്. അത് കൂടാതെ യു ഓൾസോ നീഡ് യുവർ പാസ്പോർട്ട് ടു ബി ഏബിൾ ടു അപ്ലൈ ഫോർ എ കോഴ്സ് ഓൺലൈൻ. അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. പിന്നെ അത് വേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, SOP എന്ന് പറയും. ആ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ്റെ കൂടെ അയക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് എൽസ് ലൈക്ക് ദ നെയിം സജസ്റ്റ്. എന്തുകൊണ്ടാണ് നിങ്ങളൊരു പെർട്ടിക്കുലർ കോഴ്സ് ചൂസ് ചെയ്തത്, വൈ ഡിഡ് യു ചൂസ് എ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി നിങ്ങൾ സെലക്ട് ചെയ്തത്? കാരണം വേറെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്, എങ്ങനെ ഇത് ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് വിത്ത് ദിസ് കോഴ്സ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. അപ്പോൾ അതിനൊരു സ്പെസിഫിക് ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോമാറ്റിൽ നിങ്ങളുടെ ഒത്തൻറ്റിക് എന്താ പറയുക റൈറ്റപ്പ് ആയിരിക്കണം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. ഇറ്റ് ഷുഡ് നോട്ട് ബി കോപ്പീഡ് ഫ്രം എനിവെയർ. നിങ്ങളുടെ ഒറിജിനൽ റൈറ്റപ്പ്, ദാറ്റ് ഈസ് യുവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. സോ ആ ഒരു ഡോക്യുമെൻറ്റ് വേണം. പ്ലസ് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഇഫ് റിക്വയർഡ്. ചില യൂണിവേഴ്സിറ്റീസ് അത് ആവശ്യപ്പെടാറില്ല. ബട്ട് if the university that you're applying to requires an LOR, letter of recommendation, നിങ്ങൾ അങ്ങനത്തെ 2 ഡോക്യുമെൻറ്റ്സും കൂടി പ്രിപ്പയർ ചെയ്യണം. ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ can be attained from probably one of your educational institutions. നിങ്ങൾ പഠിച്ച ഏതെങ്കിലും സ്കൂളിലോ കോളേജിൽ നിന്നോ ഉള്ളൊരു അതോറിറ്റി നിങ്ങളെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു ലെറ്റർ ആയിരിക്കണം ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ.
The last document required to be able to apply is your IELTS test result form, TRF എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ ഓൾറെഡി അറിയാമല്ലോ, ന്യൂസിലൊക്കെ ഉണ്ടായതാണ്, UK അപ്ലൈ ചെയ്യണമെങ്കിൽ IELTS വേണ്ട എന്നൊരു കാര്യം. വിച്ച് ഇസ് റൈറ്റ്. മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ സ്റ്റഡി പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ IELTS എന്നൊരു റിക്വയർമെൻറ്റ് ഇല്ല. പക്ഷേ അതിനൊരു ഒരു കണ്ടീഷനുണ്ട്. നിങ്ങൾ 12th ഇംഗ്ലീഷിൻ്റെ മാർക്സ് ഷുഡ് ബി സംവെയർ ബിറ്റ്വീൻ 70-75. 70 അബവ് ആണ് നിങ്ങളുടെ ഇംഗ്ലീഷിലെ സ്കോർ എങ്കിൽ നിങ്ങൾക്ക് IELTS എന്ന ടെസ്റ്റ് എഴുതാണ്ട് തന്നെ UK അപ്ലൈ ചെയ്യാം. അതാണെങ്കിൽ പോലും പല യൂണിവേഴ്സിറ്റീസും പല രീതിയിലാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ചില യൂണിവേഴ്സിറ്റീസ് CBSE ബോർഡിൽ നിന്ന് മാത്രമാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക ആ ഒരു കണ്ടീഷൻ. ചിലതിൽ അവർ സ്റ്റേറ്റ് ബോർഡ്സും ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ always it is better to take your IELTS. കാരണം അത് it shows how good you are with the language. സോ നിങ്ങളൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലാണ് പോകുന്നത്, അപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് നല്ല സ്ട്രോങ് ആണെന്ന് അറിയിക്കുന്നത് is always an advantage. So I would definitely ask you to write the IELTS irrespective of whether you have cleared your English with a 70% or above in your 12th. അപ്പോൾ ഇത്രയും സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് വേണം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ. സോ ദിസ് ഇസ് സ്റ്റെപ്പ് നമ്പർ 2. വാട്ട് നെക്സ്റ്റ്? ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ അയച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ വെരിഫിക്കേഷൻ ചെയ്യും. നിങ്ങൾ അയച്ച ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ, നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള വെരിഫിക്കേഷൻ നടത്തിയിട്ട് ഇഫ് ദേ ഫീൽ ദാറ്റ് യു ആർ എ വെരി ഗുഡ് കാൻഡിഡേറ്റ്, അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ അയക്കും. ഓഫർ ലെറ്റർ അയക്കുമ്പോൾ ഇറ്റ് കുഡ് ബി എ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഓർ എൻ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ. കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ അവരതിൽ സർട്ടൻ കണ്ടീഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പ്രൊവൈഡഡ് നമ്മൾ ആ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി ആക്സെപ്റ്റഡ് ഇൻ ടു ദ യൂണിവേഴ്സിറ്റി. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണെങ്കിൽ അതിൽ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല. ബാക്കി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫീ ആൻഡ് അതർ പ്രൊസീജിയേഴ്സ് മാത്രമാണ് വേണ്ടത്. സോ നിങ്ങൾക്കൊരു 2 to 3 വീക്സിനുള്ളിൽ, നിങ്ങൾ അപ്ലൈ ചെയ്ത 2 to 3 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലെറ്റർ വരും. സോ ഈ ഒരു വെയിറ്റ് പീരിയഡിൽ ഒരു 2 to 3 വീക്സിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 4. നമുക്ക് ഫണ്ട്സ് അറേഞ്ച് ചെയ്യണം. നമ്മളിപ്പോൾ UK ഒരു കോഴ്സ് പഠിക്കാൻ പോവുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയാം, അപ്രോക്സിമേറ്റ്ലി നിങ്ങളുടെ എക്സ്പെൻസ് വരുന്ന ലെറ്റ്സ് സേ 12 to 14 lakhs per year ആയിരിക്കും ഒരു കോഴ്സ് ഫീ പെർ ഇയറിൻ്റെ ഒരു എക്സ്പെൻസ് വരുന്നത്. അപ്രോക്സിമേറ്റ് ആണ് എമൗണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു എമൗണ്ട് ഒന്ന് റെഡി ആക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ട്സ് ഉണ്ടാവണം. പ്ലസ് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ കോഴ്സ് ഫീ അല്ലാതെ തന്നെ ലിവിങ് കോസ്റ്റ് എന്നതും നമ്മൾ കാണിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ UK പഠിക്കാൻ പോകാൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലിവിങ് കോസ്റ്റിൻ്റെ ഫണ്ടും കൂടി നിങ്ങൾ കാണിക്കണം. അപ്പോൾ എന്താണ് ഈ ലിവിങ് കോസ്റ്റ്? അപ്പോൾ ലിവിങ് കോസ്റ്റ് 2 രീതിയിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. ഒന്ന്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, ഒന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഇന്നർ ലണ്ടൻ അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഔട്ടർ ലണ്ടൻ. Now, inner London is slightly more expensive. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 11,385 pounds എന്ന രീതിയിലാണ് ഇന്നർ ലണ്ടനിലെ ലിവിങ് കോസ്റ്റ് വരിക. ഔട്ടർ ലണ്ടൻ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 9,135 ആ ഒരു പൗണ്ട്സ് ആണ്, ആ ഒരു രീതിയിലാണ് കോസ്റ്റ് വരിക. സോ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഏരിയ ഇന്നർ ലണ്ടൻ ആണോ ഔട്ടർ ലണ്ടനിലാണോ എന്ന രീതിയിലായിരിക്കും കോസ്റ്റ് ഓഫ് ലിവിങ് കാണിക്കുക. ഈ കോസ്റ്റ് ഓഫ് ലിവിങ് കാണിക്കുന്നത് ഇറ്റ്സ് ഫോർ 9 months. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കോഴ്സ് ഫീ, നിങ്ങളുടെ ഒരു വർഷത്തെ കോഴ്സിൻ്റെ ഫീ പ്ലസ് നിങ്ങളുടെ 9 months ലിവിങ് കോസ്റ്റ്, ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഫണ്ട്സ് അറേഞ്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. ഈ 2 ഈ രീതിയിലും എമൗണ്ട് നിങ്ങൾ കാണിക്കണം. സോ ഞാൻ പറഞ്ഞില്ലേ, ഈ ലിവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻഡ് വാട്ട് ഇസ് ദിസ് ഇന്നർ ലണ്ടൻ ആൻഡ് ഔട്ടർ ലണ്ടൻ. നിങ്ങളുടെ ലിവിങ് കോസ്റ്റിൽ ബേസിക്കലി വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് റെൻറ്റ് വരും. ഓക്കെ, സോ നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഷെയർഡ് ആണോ, സിംഗിൾ ബെഡ്റൂം ആണോ, എങ്ങനെയാണ്, സോ അപ്പാർട്ട്മെൻറ്റ്സ് ആണോ, സോ അക്കോർഡിംഗ്ലി റെൻറ്റ് വരും അതിൽ. പിന്നെ വരുന്നത് കൗൺസിൽ ടാക്സ്. കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിലെ പോലീസ് ഫോഴ്സിൻ്റെ മെയിൻ്റനൻസ്, സ്ട്രീറ്റിൻ്റെ മെയിൻ്റനൻസ് പ്ലസ് ട്രാഷ് കളക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളൊരു ടാക്സ് അടക്കേണ്ടത്. സോ ദാറ്റ്സ് എ കൗൺസിൽ ടാക്സ്. പിന്നെ UK നിങ്ങൾക്ക് TV കാണണമെങ്കിൽ ഒരു TV ലൈസൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സോ വെദർ യു ആർ വാച്ചിങ് ഓൺ യുവർ ലാപ്ടോപ്പ് ഓർ യുവർ കമ്പ്യൂട്ടർ ഓർ ഇറ്റ്സ് എ പ്രോപ്പർ TV,
TV ലൈസൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറ്റ്സ് പെർ ഹോം എന്ന രീതിയിൽ. സോ അതിനൊരു എമൗണ്ട് വരും. പിന്നെ നിങ്ങളുടെ ട്രാവൽ, നിങ്ങളിപ്പം ലണ്ടനിലാണെങ്കിൽ അല്ലെങ്കിൽ UK എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടി വരും. സോ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നിങ്ങളുടെ മൊബൈൽ പ്ലാൻ, പിന്നെ ഇൻ്റർനെറ്റ്, വാട്ടർ, അങ്ങനത്തെ പല എക്സ്പെൻസസ് ആണ് ഈ ലിവിങ് കോസ്റ്റിൽ കാണിക്കേണ്ടി വരിക. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ റെഗുലർ ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനത്തെ കോസ്റ്റൊക്കെ കാണിക്കാനാണ് ഈ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിവിങ് കോസ്റ്റ് 9 മന്ത്സിലേക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ കോഴ്സ് ഫീയുമാണ് നിങ്ങൾ മെയിനായിട്ട് ഫണ്ട്സ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ ഈ വെയിറ്റ് പീരീഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഫണ്ട്സ് അഗൈൻ നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാം. സോ ഇറ്റ് കുഡ് ബി അപ്രോച്ചിങ് എ ബാങ്ക് ഫോർ എ ലോൺ, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി യുവർ ഓൺ ഫണ്ട്സ്. നിങ്ങളുടെ ഫണ്ട്സ് നിങ്ങൾ കാണിക്കേണ്ടത് 28 ഡേയ്സ് എന്ന മെച്യൂരിറ്റി പീരീഡിലാണ് നമ്മൾ ഫണ്ട്സ് കാണിക്കേണ്ടത് UK അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിലോ നിങ്ങളുടെ പേരൻസിൻ്റെ അക്കൗണ്ടിലോ ഇത് കാണിക്കാം. ഓർ ഇറ്റ് കുഡ് ബി എ ലോൺ സാങ്ഷൻ ലെറ്റർ. നിങ്ങളുടെ അക്കൗണ്ട് ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് നിങ്ങളുടെ പേരൻസിൻ്റെ അക്കൗണ്ടിലാണ് നിങ്ങൾ ഈ എമൗണ്ട് കാണിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യം കൂടിയുണ്ട്, വിച്ച് ഇസ് യുവർ ബർത്ത് സർട്ടിഫിക്കറ്റ്. ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ടാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻ കാണിക്കാനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരൻസിൻ്റെ ഫണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നത് ഒറിജിനലാണോ, അതേ റിയലി യുവർ പേരൻസ് എന്ന് കൺഫേം ചെയ്യാനും കൂടിയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടത്. പക്ഷേ ഈ ഫണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ, ഈ കോഴ്സ് ഫീയും ലിവിങ് കോസ്റ്റും നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലാണ് കാണിക്കുന്നെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സോ യുവർ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ടു അറേഞ്ച് ഫോർ ദി ഫണ്ട്സ്. പിന്നെ നമ്മൾ ആ വെയിറ്റ് പീരീഡിലോ 2 to 3 വീക്സ് അതിനുള്ളിൽ ഈ ഫണ്ട്സൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു. പിന്നെ നമുക്കൊരു കണ്ടീഷണൽ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടക്കണം. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 3,000 to 4,000 pounds. നമ്മൾ ആദ്യം അത് അവിടെ അടക്കണം. സോ ദാറ്റ് ഈസ് യുവർ 5th സ്റ്റെപ്പ്, യുവർ ഇനീഷ്യൽ ഡെപ്പോസിറ്റ്. ഈ ഡെപ്പോസിറ്റും നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? നെക്സ്റ്റ് ഇസ് സംതിങ് കോൾഡ് ആസ് എ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ. ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റീൻ്റെ സൈഡിൽ നിന്ന് ഒരു ഏജൻറ്റ് നിങ്ങളെ ഓവർ ഫോൺ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ലൈക്ക് ദ നെയിം സജസ്റ്റ് ഇറ്റ്സ് എൻ ഇൻ്റർവ്യൂ ദാറ്റ് വിൽ ഹാപ്പൻ. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി ലൈക്ക് വൈ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്തു, എങ്ങനെയാണ് കോഴ്സ് നിങ്ങളെ ഹെൽപ്ഫുൾ ആയിരിക്കുക, നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യുമോ ഇല്ലയോ, നിങ്ങളുടെ പ്ലാൻസ് എന്താണ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് യുവർ കോഴ്സ്, വിൽ യു റിട്ടേൺ ഓർ യു പ്ലാനിങ് ടു സ്റ്റേ ദേ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. വൈ വേറെ കൺട്രീസ് ഉണ്ടെങ്കിലും വൈ ഡിഡ് യു ചൂസ് UK, അല്ലെങ്കിൽ അവർ 2-3 യൂണിവേഴ്സിറ്റീസ് പറഞ്ഞിട്ട് ഈ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇതേ കോഴ്സ് ഉണ്ട്, സോ വൈ ഡിഡ് യു ചൂസ് ഇറ്റ്. അപ്പോൾ ഒരു ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ ഒരു ഫോണിൻ ഇൻ്റർവ്യൂ ആയിരിക്കും. സോ ദാറ്റ് ഈസ് യുവർ നമ്പർ 6 സ്റ്റെപ്പ്. ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ഇസ് മെഡിക്കൽ എക്സാമിനേഷൻ. നമ്മൾ UK പോവുകയാണെങ്കിൽ യു ഹാവ് ടു അണ്ടർഗോ മെഡിക്കൽ ടെസ്റ്റ്. അപ്പോൾ UK ഇറ്റ് ഓൺലി റിക്വയേഴ്സ് എ TB ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഒരു ചെസ്റ്റ് എക്സ്റേ ആണ്. അപ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുക, ദാറ്റ് ഈസ് ദി ഓൺലി റിക്വയർമെൻറ്റ്. അപ്പോൾ നിങ്ങൾ TB ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണം. അതിനാണ് ഈ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ്റെ ഒരു എക്സ്പെൻസ് വരിക അപ്രോക്സിമേറ്റ്ലി ലെറ്റ്സ് സേ 3,000 to 4,000 rupees ആണ് മെഡിക്കൽ എക്സാമിനേഷൻ്റെ ഒരു എക്സ്പെൻസ് വരിക. ഈ എക്സാമിനേഷൻ ഈ ടെസ്റ്റ് ചെയ്യാൻ എല്ലാ ഹോസ്പിറ്റൽസിലും നമുക്ക് പറ്റില്ല. UK എംബസീൻ്റെ സൈറ്റിൽ ചില ഹോസ്പിറ്റൽസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹോസ്പിറ്റൽസിൽ പോയിട്ട് മാത്രമേ നമുക്ക് ഈ TB ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഫ് യു ലുക്കിംഗ് അറ്റ് കേരള വി ഹാവ് ഓപ്ഷൻസ് ഇൻ കൊച്ചിൻ, 1 hospital in Cochin and 1 at Trivandrum. അല്ലാണ്ടുള്ള ഹോസ്പിറ്റൽസ് വി ഹാവ് അറ്റ് ചെന്നൈ, ബാംഗ്ലൂർ. അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതായിരിക്കും സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രയർ ബുക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കേരള ഓൺലി കൊച്ചിൻ ആൻഡ് ട്രിവാൻഡ്രം, അപ്പോൾ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഫുള്ളി ബുക്ക്ഡ്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കുറേ വീക്സ് പ്രയർ തന്നെ അത് ബുക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പോയി മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നു, ഡോക്ടർ നിങ്ങൾ എക്സാമിൻ ചെയ്യുന്നു, ആൻഡ് ദെൻ ഹീൽ സർട്ടിഫൈ ദാറ്റ് യു ആർ TB ഫ്രീ. സോ അതാണ് യുവർ 7th സ്റ്റെപ്പ്, വിച്ച് ഇസ് ദ മെഡിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞു. ഇനി എന്താണ്? നിങ്ങളിപ്പോൾ ഇനീഷ്യൽ ഡെപ്പോസിറ്റും അടച്ചു കഴിഞ്ഞു. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു CAS നമ്പർ കിട്ടും, കൺഫർമേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ്. അതാണ് CAS. ആ ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫീസിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൂടി അടക്കണം. നമ്മൾ ഇനീഷ്യൽ ഒരു 3,000 4,000 pounds അടച്ചിട്ടുള്ളൂ. നമ്മുടെ കോഴ്സ് ഫീ ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്രോക്സിമേറ്റ്ലി 10 to 15 lakhs. അതിൻ്റെ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൂടി നമ്മൾ അടക്കണം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം യൂണിവേഴ്സിറ്റീസ്. ചില യൂണിവേഴ്സിറ്റീസ് മേ ആസ്ക് യു ടു പേ 65% ഓഫ് ദ ഫീ, സം കുഡ് ബി 50% ഓഫ് ദ ഫീ. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും കൂടി
അടച്ചിരിക്കണം. ആൻഡ് യുവർ 9th സ്റ്റെപ്പ് ഈസ് വിസ ആപ്ലിക്കേഷൻ. അപ്പം നമ്മുടെ കയ്യിലിപ്പം കണ്ടീഷണലോ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്ത ഡോക്യുമെൻ്റ് ഉണ്ട്, ക്യാഷ് നമ്പർ കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഫീൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും ഇനീഷ്യൽ ഡെപ്പോസിറ്റും എല്ലാം അടച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും വെച്ചിട്ടാണ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. ഇനി വിസ ആപ്ലിക്കേഷന് പോകുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യേണ്ടത് ഇസ് യുവർ ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ അടക്കണം. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ലെറ്റ്സ് സേ 48,000 റുപ്പീസാണ് വരിക. അപ്പോൾ 1 ഇയറിലെ ഹെൽത്ത് ഇൻഷുറൻസും കൂടി നിങ്ങൾ ക്ലിയർ ചെയ്യണം. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിസ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനൽ വേണം കയ്യിൽ. 1, നിങ്ങളുടെ ക്യാഷ് നമ്പർ, പാസ്പോർട്ട്, പിന്നെ വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് അടച്ച ഡോക്യുമെൻറ്റ് ആൻഡ് യുവർ മെഡിക്കൽ ഡോക്യുമെൻറ്റ്. ഇതെല്ലാം എടുത്തിട്ട് വേണം നമ്മൾ വിസ ആപ്ലിക്കേഷന് പോകാൻ. വിസ ആപ്ലിക്കേഷന് ഒരു ഫീ ഉണ്ട്. ഇറ്റ് ഈസ് അറൗണ്ട് 34,000 റുപ്പീസ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ വിസക്ക് അപ്ലൈ ചെയ്താൽ ഒരു 3 to 4 വീക്സിലാണ് നിങ്ങൾക്ക് വിസ കിട്ടുക. ദ സംതിങ് എൽസ് കോൾഡ് ആസ് പ്രയോറിറ്റി വിസ. പ്രയോറിറ്റി വിസ എന്ന് പറഞ്ഞാൽ ഈ 34,000-ന് കൂടെ ഒരു 21,000 കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, സോ അപ്രോക്സിമേറ്റ്ലി 50 സംതിങ് വരും. അങ്ങനെ ഒരു ഫീ അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി വിസയാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ 3 to 4 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് വിസ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഈ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും ക്യാഷ് നമ്പർ, പാസ്പോർട്ട്, ഹെൽത്ത് ഇൻഷുറൻസ് അടിച്ച ഡോക്യുമെൻറ്റ്, മെഡിക്കൽ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടി വേണം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചില്ലേ ഫീൻ്റെ, അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഫീൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഫീയും പ്ലസ് കോസ്റ്റ് ഓഫ് ലിവിങ്ങും, ഇത് രണ്ടും കാണിച്ചുകൊണ്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ലോൺ ആണെങ്കിൽ ലോൺ ലെറ്റർ, അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിൽ കാണിക്കുകയാണെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വേണം അക്കോർഡിംഗ്ലി. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റും കൂടി ആവശ്യമുണ്ട്. സോ ദാറ്റ് ഈസ് യുവർ 9th സ്റ്റെപ്പ് വിച്ച് ഈസ് അപ്ലൈയിങ് ഫോർ വിസ. ഇനി നമ്മൾ ചെയ്ത പോലെ ഇഫ് ഇറ്റ് ഈസ് എ നോർമൽ വിസ ദാറ്റ് വി അപ്ലൈഡ് ഫോർ, നമ്മളൊരു 3 to 4 വീക്സ് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വിസ അടിച്ച് കിട്ടാൻ. അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി ഇൻ പ്രയോറിറ്റി വിസയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, 3 to 4 ഡേയ്സിൽ നമുക്ക് കിട്ടും. അതും കിട്ടിക്കഴിഞ്ഞു. സോ യുവർ ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡെഫിനറ്റ്ലി ടു ട്രാവൽ ടു ദ UK. ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കാനുണ്ട്. യു ഹാവ് ടു ബുക്ക് ദ ടിക്കറ്റ്സ്. ഓക്കെ, നിങ്ങൾ ടൈം നോക്കണം. നിങ്ങളുടെ കോഴ്സ് തുടങ്ങുന്നത് എത്ര മുന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ പറ്റുക, അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യമുള്ള ബാഗ് പാക്ക് ചെയ്യാം. ഓൾവേസ് ദ ബെസ്റ്റ് തിങ് വുഡ് ബി ടു ട്രാവൽ ലൈറ്റ്. പക്ഷേ നിങ്ങളുടെ ഇനീഷ്യൽ റിക്വയർമെൻറ്റ്സ് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തായാലും എടുക്കേണ്ടി വരും. നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മേജർ ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കുക. എസ്പെഷ്യലി തിങ്സ് ലൈക്ക് യുവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, യുവർ ഹെൽത്ത് ഇൻഷുറൻസ് അടിച്ച സർട്ടിഫിക്കറ്റ്, അതൊക്കെ കയ്യിൽ തന്നെ വെക്കുക. കാരണം വെൻ യു ലാൻഡ് ഇൻ ദ UK, ദി ഇമിഗ്രേഷൻ വിൽ റിക്വയർ യു ടു സബ്മിറ്റ് ദീസ് ഡോക്യുമെൻറ്റ്സ്. സോ ദെൻ ഓൾ യു നീഡ് ടു ഡു ഇസ് ഫ്ലൈ ടു ദ UK. So ഇതാണ് your 9 to 10 steps of how you can reach the UK for your higher studies. So hope this video was really helpful. നിങ്ങൾക്ക് എന്തെങ്കിലും queries ഉണ്ടെങ്കിൽ, you want to know more about this, please don't forget to message us. Thanks for watching.